അങ്ങനെ ഞാൻ പേടിച്ചിരുന്ന ആ ദിവസം വന്നെത്തി. എൻ്റെ വീട്ടിലെ ഗ്യാസും തീർന്നു. പിന്നെ ഇൻഡക്ഷൻ കുക്കറും പണി തന്നു. അപ്പം ഇനി വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, അടുപ്പ് തന്നെ ശരണം. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ പൂട്ടിയിട്ടിട്ട് എടുക്കുമായിരുന്നു, ആകെ മാറാലൊക്കെ പിടിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസമൊക്കെ ഒരു ക്ലീൻ ചെയ്യണത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഗ്യാസുമ്മലാണ് എല്ലാതും ചെയ്യാറ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കാറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ എനിക്ക് ഗ്യാസ് തീർന്നു, ഇൻഡക്ഷൻ കുക്കറും പണി തന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. പിന്നെ ഞങ്ങൾ മുന്നേ ഒരു ഓർഡറിന് ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് പുറത്ത് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെക്കാമെന്ന് ചോദിച്ചു. പിന്നെ അത് വല്ല മഴയൊക്കെ വന്നാലും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ റൂം തന്നെ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗ്യാസ് ഇത്ര പെട്ടെന്ന് കഴിയില്ലായിരുന്നു. അപ്പോൾ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ ഓർഡർ ഉണ്ടായിരുന്നു 500 എണ്ണം. അപ്പോൾ ബ്രെഡ് പൊരിക്കലും ഒക്കെ ഗ്യാസുമ്മ ചെയ്തപ്പോൾ അങ്ങനെ ഗ്യാസ് തീർന്നു. പിന്നെ ബാക്കിയുള്ളത് ഇൻഡക്ഷൻ കുക്കറുമ്മൽ ചെയ്തത്. അപ്പോൾ കുറേ നേരം അത് ഉപയോഗിച്ചപ്പോൾ അതിനും എന്തോ കംപ്ലൈൻറ്റ് വന്നു. പിന്നെ അതും വർക്ക് ചെയ്യണില്ല. ഞാൻ ഈ വീടിൻ്റെ ഓണറോട് ചോദിച്ചു, ഞാൻ ഈ അടുക്കള ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് ഉപയോഗിച്ചോ, അവിടെയുള്ള വിറകൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ വിറകും ഒക്കെ എടുത്തോളം പറഞ്ഞാൽ നല്ല ഉണങ്ങിയ വിറകൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം എല്ലാം മാറാലൊക്കെ അടിച്ചു. അത് അവിടെയുള്ള വിറകൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒതുക്കി വെള്ളം ഒഴിച്ചടിച്ച് കഴുകി. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു, അരി കഴുകിയിട്ടു. അപ്പോഴേക്കും ഞാൻ മുഷിഞ്ഞൊരു ഇതായിട്ടുണ്ടായിരുന്നു, മാറാലടിക്കൽ. പിന്നെ അവിടെ കരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മുഴുവൻ കരിയൊക്കെ ആയി. പിന്നെ ആകെ വേർത്ത് കുളിച്ചു. അപ്പോൾ ഞാൻ പിന്നെ പോയി കുളിച്ചു വരുമ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുറ്റി വെച്ചു. പിന്നെ പരിപ്പ് കുത്തി കാച്ചാന്ന് വെച്ചിട്ട് പരിപ്പ് ഇട്ടു ഉണ്ടായിരുന്നു. അപ്പോൾ തീ നന്നായി കത്തണ കാരണം തീ നന്നായി കത്തുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പിലത്തെ വെള്ളമൊക്കെ പറ്റിയത് ഉപ്പേരി. അപ്പോൾ ഉപ്പേരി പോലെ കാച്ചി ഞാൻ. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു, പ്രേത വേർപാടൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ തലേദിവസം. പിന്നെ തലേദിവസം ഞങ്ങൾക്ക് ഇതായിരുന്നു, ഒരിക്കലായിരുന്നു ബലിയിടാനായിട്ട്. അപ്പോൾ പിന്നെ രാത്രി ഭക്ഷണമൊന്നും വേണ്ടായിരുന്നില്ല, ചപ്പാത്തി കഴിച്ചു. പിന്നെ രാവിലെ പോയിട്ട് തിരുനാവായ പോയിട്ട് ബലിയിട്ടിട്ട് വന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് ഉപ്പുമാവ് കഴിച്ചു. പിന്നെ നോലുമ്പൊക്കെ ആയ കാരണം നോലുമ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തുനിന്നാണ് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചത്. രാത്രിയിലത്തെ ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഇവിടെ വെച്ചത്. അപ്പോൾ എൻ്റെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ക്ലീനാക്കിയിട്ട് ഞാൻ അടുക്കള പൂട്ടി. അപ്പോൾ ചോറും കറിയൊക്കെ അകത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുത്തു. ചേട്ടൻ പുറത്തേക്ക് പോയി എടുക്കുകയാണ്. അപ്പോൾ അത് വരുന്നവരെ